തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. സന്ധികളെ പോലും തുളച്ചിടും അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. തിരുവചനം അതിമധുരമയം, തേനിനേക്കാൾ മധുരതരം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ദിവസത്തിൻ്റെ വേറൊരു പ്രത്യേകത, രക്ഷാദിവസമായത് എങ്ങനെയാണ് അത് നമുക്ക് വായിക്കാം. ലേവ്യ പുസ്തകം 23:28, 16-30. ലേവ്യ പുസ്തകം 21-28 പാവപരിഹാര ദിവസമാണെന്ന് കാണാം. പാവപരിഹാര ദിവസം. അത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസം. ഇന്ന് രക്ഷാദിവസമാണ്, ഇന്ന് പാവപരിഹാര ദിവസമാണ്. ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, പാവപരിഹാര ദിവസം. അറ്റോൺമെൻറ്റ്, വൺ മൈൻഡ്, അതാണ് അറ്റോൺമെൻറ്റ്. ദൈവവും ഞാനുമായിട്ട് ഒന്നായി തീരുക, ദൈവത്തോട് യോജിച്ചു വരിക, മനുഷ്യന് ദൈവമായിട്ട് ഒരു ഹൃദയമായി തീരുക. അറ്റോൺമെൻറ്റ്, ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. ഇന്ന് പാവപരിഹാര ദിവസമാണ്. ഒന്ന്, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം രക്ഷാ ദിവസമാണ്. രണ്ട്, ഇന്ന് പാവപരിഹാര ദിവസം, ഇത് രക്ഷാ ദിവസമാണ്. പാവപരിഹാര ദിവസം, പാവപരിഹാര ദിവസം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പലരും മിക്കവാറും എല്ലാവരും തന്നെ പള്ളിയിൽ പോയി കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. നിങ്ങളുടെ പാവം മോചിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാവത്തെ ഓർത്ത് അനുഭവിച്ചിട്ടുണ്ടോ? പാവത്തെ ഓർത്ത് കർത്താവിൻ്റെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവേ, എൻ്റെ പാവം എനിക്ക് വന്നു പോയല്ലോ, എൻ്റെ ദൈവമേ അതെൻ്റെ മേൽ കണക്കിടില്ലേ, അത് മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല പ്രിയരെ. ഓരോ കുമ്പസാരവും അടുത്ത പാവം ചെയ്യുന്നുള്ള ലൈസൻസാണ്. എന്നുവെച്ചാൽ പാവം ഏറ്റു പറഞ്ഞു, ചിലതൊക്കെ ഏറ്റു പറഞ്ഞു. ഏറ്റുപറച്ചിൽ പോലും ഒരു ചടങ്ങാണ്, ഒരു കടമ നിർവഹിക്കും പോലെയാണ്. ആരോ പറഞ്ഞതുപോലെ, എന്താ പാവം വല്ലതും ചെയ്തിട്ടുണ്ടോ അച്ഛൻ ചോദിക്കും. ഇല്ല. പിന്നെ പാവം എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, പാവം ഈ കുമ്പസാരിക്കുന്ന മനുഷ്യൻ വിചാരിച്ചു പാവമൊക്കെ ക്ഷമിച്ചു എന്ന്. പക്ഷെ പിന്നെയും പാവത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയല്ലേ നടക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളല്ലേ ഇന്ന് ഇങ്ങനെയൊക്കെ അല്ലേ നടക്കുന്നത്? നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കണം, കാര്യമായിട്ട് ചിന്തിക്കണം. എന്താണ് നടക്കുന്നത്? പാവങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി ഏറ്റുപറഞ്ഞ് തനിയേരുന്ന് കരഞ്ഞ്, അയ്യോ എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ ക്രൂശിച്ചു പോയല്ലോ, ഞാനും കൂടി നിന്നെ ക്രൂശിക്കാൻ കൂട്ടുകൂടി പോയല്ലോ, എൻ്റെ നാവിൽ അരുതാത്തതായ വാക്ക് വന്നപ്പോൾ എൻ്റെ കർത്താവേ നിൻ്റെ മുഖത്തേക്ക് ഞാൻ തുപ്പിപ്പോയല്ലോ, എൻ്റെ കർത്താവേ അരുതാത്ത ചിന്ത വന്നപ്പോൾ നിൻ്റെ തലയിൽ ഞാൻ അടിച്ചു കർപ്പിച്ചല്ലോ, എൻ്റെ കൈകൾ അരുതാത്ത കാര്യം ചെയ്യാൻ, അരുതാത്ത എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ കൈ കൊണ്ട് നിൻ്റെ തൃക്കൈകളിൽ ആണി അടിച്ചല്ലോ, എൻ്റെ കാൽ അരുതാത്ത വഴിക്ക് പോയപ്പോൾ നിൻ്റെ ആ മനോഹരമായ പാദങ്ങളിൽ ഞാൻ ആണി അടിച്ചല്ലോ, എൻ്റെ കർത്താവേ എൻ്റെ ഹൃദയം അശുദ്ധമായ വികാരങ്ങളുള്ളപ്പോൾ, അശുദ്ധമായ മോഹങ്ങളുണ്ടായപ്പോൾ യേശുവേ ഞാൻ നിൻ്റെ ചങ്കിലേക്ക് ഒന്നും കൊണ്ട് കുത്തുകയാണല്ലോ ചെയ്തത് എന്നോർത്ത് ഓരോന്ന് എണ്ണി കണ്ടുപിടിച്ച് ഓരോന്നോർത്ത് അനുഭവിച്ച്, കർത്താവേ ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും കാലം തെറ്റുകൾ സംഭവിച്ചു പോയി, എന്നാൽ നാഥ ഞാൻ ഇന്ന് നിന്നോട് വാക്ക് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇനി മേലിൽ യാതൊരു പാവവും വരികയില്ല,
വന്നുപോയ പാവം കർത്താവേ നീ ക്ഷമിച്ചു തരണമേ. നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എൻ്റെ പാവക്കറകൾ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് യഥാർത്ഥമായി അനുതാപത്തോടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഏറ്റുപറയാൻ പോകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അനുദപിച്ച് പ്രാർത്ഥിക്കാതെ ഏറ്റുപറയാൻ പോയാലൊന്നും ഒരു പ്രയോജനവുമില്ല. അനേകർ ഇതൊക്കെ ചടങ്ങുകൾ ആചരിക്കുന്നു മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിപ്ലവം പ്രസംഗിക്കുകയല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നടക്കുന്ന എന്താണ്? ചില ചടങ്ങുകൾ മാത്രം, ചില ആചാരങ്ങൾ മാത്രം, ചില അനുഷ്ഠാനങ്ങൾ മാത്രം. അതെല്ലാം മാറണം. നമ്മൾ കുറച്ച് പേരെങ്കിലും അന്ന് സത്യം ഒന്ന് അനുഭവിക്കണം. കുറച്ച് പേര്, അധികം പേരുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ന്യൂനപക്ഷം പേര് സത്യം അറിയണം, സത്യം അനുഭവിക്കണം, സത്യം ഗ്രഹിക്കണം, സത്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. സത്യം ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തു ഒന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അന്ത്യക്രിസ്തുവിൻ്റെ വഴിക്ക് നാം പോകരുത്, പിശാചിൻ്റെ വഴിയിലൂടെ പോകരുത്. പാവമില്ലാത്ത ജീവിതം നയിക്കണം. എന്തൊരു സമാധാനമാണെന്നോ! പാവമില്ലാത്ത ജീവിതം എന്തൊരു സൗഖ്യമാണെന്നോ! ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ജീവിതത്തിൽ ഒരു രോഗം വന്നാൽ സാരമില്ല, എൻ്റെ കർത്താവേ നീ എല്ലാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലായിട്ട് ജീവിതം കർത്താവിനെ ഏൽപ്പിച്ചു, ഈ ആയുസ് യേശുവിനെ ഏൽപ്പിച്ചു, നല്ല ഉറപ്പാണ്. ഒരിക്കലായിട്ട് ഈ ആയുസ് യേശുവിനെ കൈമാറി, നല്ല ഉറപ്പാണ്. യേശുവിൻ്റെ കൈകളിലേക്ക് ഈ ആയുസ് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. ഈ ശരീരം ഏൽപ്പിച്ചു കൊടുത്തു, മനസ്സ് ഏൽപ്പിച്ചു കൊടുത്തു, ആത്മാവ് ഏൽപ്പിച്ചു കൊടുത്തു, മുഴുവൻ ദേഹവും ദേഹിയും ആത്മാവും കൊണ്ട് കൊടുത്തു, മുഴുവനായി ഇട്ട് കൊടുത്തു. കർത്താവ് എനിക്ക് എൻ്റേതെന്ന് പറയാൻ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല, എൻ്റേതായി ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. മുഴുവൻ യേശുവിനായിട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ ഉറപ്പിൽ അന്ത്യം വരെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇടയ്ക്ക് ശത്രു തട്ടിക്കൊണ്ടു പോകാതെ കർത്താവെ നിന്നെ കാത്തുകൊള്ളണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ഉറപ്പ് കർത്താവ് തന്നു. നിങ്ങളും ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ പാപപരിഹാരം ലഭിച്ചു എന്നുള്ള ഉറപ്പുണ്ടോ? പാപമോചനം കിട്ടിയെന്നുള്ള ഉറപ്പുണ്ടോ? പാപമോചനം വന്നുപോയ പാപങ്ങളെല്ലാം കഴുകി കിട്ടുക. ഓർത്ത് നോക്കിയാൽ എന്തെല്ലാം ഒത്തങ്ങളിലാണ് കുടുങ്ങിപ്പോയത്. ചിന്തിച്ച് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. അനേകരിന്ന് കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്, പാപത്തിൽ അടിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പാപങ്ങളെല്ലാം പരിഹരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുമോ? എന്തെല്ലാം വന്നാലും എല്ലാം ഏതെല്ലാം പാപം വന്നാലും എല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾ കഴുകിത്തരും. സ്തോത്രം. അതിന് നിങ്ങൾക്ക് ദീർഘകാലത്തെ ഉപവാസമൊന്നും വേണ്ട. ഉപവാസം എടുത്തോളൂ, പക്ഷേ അത് വേണമെന്നില്ല. നിങ്ങളതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്നില്ല, പ്രത്യേക കർമ്മപരിപാടികളൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ളത് മാത്രം, കർത്താവേ ഞാനൊരു പാപിയായ മനുഷ്യൻ, നാഥാ എൻ്റെ കർത്താവേ നീ എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എൻ്റെ പാപം വഹിച്ചുകൊണ്ട് കുരിശിൽ മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ യേശുവേ ഞാൻ നിൻ്റെ വകയായി ജീവിക്കുന്നു, ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്ന സമയം തന്നെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരും. നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ ദൈവം സ്നേഹമല്ലേ, സ്നേഹവാനായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. ഹൃദയത്തിൽ വന്ന് കർത്താവോടെ അവിടെ സിംഹാസനസ്ഥനായിരിക്കും. ഹൃദയത്തിൽ അവിടെ നിന്ന് സിംഹാസനം ഇട്ടിരിക്കും. കർത്താവ് നമ്മെ ഭരിക്കാൻ തുടങ്ങും. യേശുവാണ് എന്നെ ഭരിക്കുന്നത്. നാം യേശുവിനായിട്ട് വിട്ടുകൊടുത്തു. യേശു നമ്മെ ഭരിക്കുന്നു, യേശു നമ്മെ നടത്തുന്നു, യേശു നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ദൈവത്തിന് നമ്മുടെ മക്കളുടെ കാര്യം അന്വേഷിക്കുന്നു, മക്കളുടെ കാര്യം അന്വേഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം അന്വേഷിക്കുന്നു. എല്ലാം യേശു നോക്കുകയാണ്. യേശുവിൻ്റെ പരിപാലനത്തിന് കീഴിലാണ്. നാം നമ്മുടെ കയ്യിലല്ല. നമ്മുടെ കാര്യം എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു പോയല്ലോ. ഇനി യേശുവാണ് നോക്കുന്നത്, എല്ലാം നോക്കുന്ന യേശുവാണ്. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഇത് നിങ്ങൾക്ക് പിടികിട്ടുമോ ഈ കാര്യം? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ എനിക്ക് കർത്താവ് കണ്ണു തുറന്നു തന്നു. ഈ മഹാഭാഗ്യാനുഭവം എന്ത് എന്ന് കാണാൻ കർത്താവ് എൻ്റെ ഈ നിസ്സാര ജീവിതത്തിൽ കണ്ണു തുറന്നു തന്നു. അതുകൊണ്ട് ഞാനിന്ന് ഇതെല്ലാം നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് പറയുകയാണ്. ഇന്ന് പാപപരിഹാര ദിവസമായി നിങ്ങൾ കാണണം. പാപപരിഹാര ദിവസം. പാപങ്ങളെല്ലാം കഴുകി, അരുതാത്തതായി എന്തെല്ലാം വന്നുപോയി. അയ്യോ ഓർത്താൽ പേടിയാകുന്നില്ലേ? പേടിയാകുന്നു. എന്തെല്ലാം വന്നുപോയി. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം അബദ്ധങ്ങളിലാണ് കുടുങ്ങിയത്, ഏതെല്ലാം പൈശാചിക ശാപത്തിലാണ് നമ്മൾ തന്നെ വിട്ടുകൊടുത്തത്. ഓർത്ത് നോക്കൂ. ഓർത്താൽ അമ്പരപ്പിലാകും. അയ്യോ എന്തെല്ലാമാണ് ചെയ്തു പോയത്. ആർക്കെല്ലാം ഉദരം വരുത്തി പോയത്. വാക്കുകൾ ആരെയെല്ലാം മുറിപ്പെടുത്തി പോയി. വാക്കുകൾ മുറിപ്പെടുത്തി. എൻ്റെ പെരുമാറ്റം ആർക്കെല്ലാം വ്രണമുണ്ടാക്കി, ആർക്കെല്ലാം വേദനയുണ്ടാക്കി. എൻ്റെ ദൈവമേ, എൻ്റെ സ്വഭാവം എത്ര മലിനമായിരുന്നു. അപ്പനോട് അമ്മയോട് ഞാൻ കോപിച്ച് പോയിട്ടുണ്ട്. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് എൻ്റെ കൽപ്പനയുണ്ട്, പക്ഷേ ഞാൻ മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടില്ല. തെറ്റുകൾ പറ്റിപ്പോയി കർത്താവേ. ഇങ്ങനെ നിങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപിടിക്കുകയാണ്. ഭാര്യയെ ബഹുമാനിക്കണമെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. ഞാൻ ഭാര്യയെ ബഹുമാനിച്ചില്ലെന്ന് മാത്രമല്ല, അവളെ ഞാനൊരു തരം താഴ്ന്ന നിലവാരത്തിൽ കാണുകയും എന്നേക്കാൾ വളരെ താണുള്ളതായിട്ട് കണ്ട് അവളോട് ഞാൻ കോപിക്കുകയും ചിലപ്പോൾ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു പോയി. കർത്താവേ ക്ഷമിക്കണമേ. ദൈവം, ഞാൻ മദ്യത്തിൻ്റെ അടിമയായിപ്പോയി. സുബോധമില്ലാത്തതുപോലെ ഞാൻ ജീവിച്ചു. കർത്താവിനോട് ക്ഷമിക്കണമേ. ഇങ്ങനെ നിങ്ങൾ ഓരോന്നോരോന്ന് കണ്ടുപിടിക്കണം. പാപങ്ങൾ ഓരോന്നോരോന്ന് കണ്ടുപിടിക്കണം. ഓരോന്നും കൊണ്ടുവന്ന് യേശുക്രിസ്തുവിൻ്റെ ആ മുറിഞ്ഞ പാദത്തിങ്കൽ കൊണ്ടുവന്ന് വയ്ക്കണം. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തനിയിരിക്കണം. തനിയിരുന്ന് ഇത് ഓരോന്നിങ്ങനെ ഓരോ പാവങ്ങളും എല്ലാം കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ വയ്ക്കണം.
ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയണം, കർത്താവേ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഇതിന് പരിഹാരം വരുത്താൻ കഴിവില്ല, പ്രായശ്ചിത്തം ചെയ്യാൻ കഴിവില്ല. സ്തോത്രം. അതെന്താണ് പറയുന്നത്? ഒരാളെ കൊന്നു, പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റില്ലല്ലോ, ആൾ മരിച്ചു പോയില്ലേ, പ്രായശ്ചിത്തം ചെയ്യാൻ കഴിവില്ല. അല്ല, ഗർഭത്തിലുള്ള കുഞ്ഞിനെ അബോർട്ട് ചെയ്തു, ഗർഭഛിദ്രം നടത്തി, ഇനി ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ലല്ലോ, അത് ഓടയിൽ ഒഴുകിപ്പോയില്ലേ, പാവം ജീവനുണ്ടായിരുന്ന കുഞ്ഞ് ഓടയിൽ കൂടി ഒഴുകിപ്പോയി. തിരുത്താൻ പറ്റില്ലല്ലോ, തിരുത്താൻ പറ്റാത്ത പാവങ്ങളൊന്നു പോയി, അനേകം പാവങ്ങൾ തിരുത്താൻ വയ്യ, പ്രായശ്ചിത്തം ചെയ്യാൻ വയ്യ. എന്താണ് വഴി? കർത്താവേ പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്ക് കഴിവില്ലല്ലോ, കർത്താവേ എൻ്റെ പേരിൽ നിത്യതയിലേക്ക് അത് കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കണം. നിത്യതയിലേക്ക് കണക്കിടല്ലേ? നിത്യതയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഈ പാവങ്ങൾ എൻ്റെ നേരെ നിൽക്കാൻ ഇടവരല്ലേ കർത്താവേ. പാവങ്ങളെല്ലാം പരിഹരിച്ചതാണ് പാവപരിഹാര ദിവസം. ഇത് പാവപരിഹാര ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം, ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ലേവ്യ പുസ്തകം 23:28, 16:30. അത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനുള്ള പാപപരിഹാര ദിവസം. സ്തോത്രം. പാപപരിഹാര ദിവസം. അന്ന് നിങ്ങൾ ഒരുമിച്ച് കൂടണം, സഭായോഗം ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം, ലേവ്യ പുസ്തകം 16:30. ആ ദിവസത്തിലല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ശുദ്ധീകരിക്കാൻ പ്രായശ്ചിത്തം ചെയ്യുന്നു. എന്താ പ്രായശ്ചിത്തം? പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രായശ്ചിത്തം ചെയ്യാനുള്ളത്? കുമ്പസാരിച്ച് കഴിയുമ്പോൾ അച്ഛൻ പറയും, ഒരു രൂപ ഭണ്ണാരത്തിട്ടേക്ക് ഒരു 40 കുമ്പിട്. ഇതൊന്നുമല്ല പ്രായശ്ചിത്തം. ആയിക്കോട്ടോ, അത് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ലല്ലോ, ആയിക്കോ, കഴിവ് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ കുമ്പിടുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നുമല്ല പ്രായശ്ചിത്തം. പ്രായശ്ചിത്തം എന്താണ്? എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും കർത്താവേ ഉള്ള കാലം മുഴുവൻ നിൻ്റേത്. ഇതാണ് പ്രായശ്ചിത്തം. യേശുവിനായിട്ട് എന്നെ അങ്ങ് വേർതിരിച്ച് കൊടുക്കുകയാണ്. ഇനി എൻ്റെ ജീവിതം ഇല്ല, യേശുവേ നിൻ്റെ ജീവിതമാണ്. നീ എന്നെ നയിക്കുന്നു, നീ എന്നെ നടത്തുന്നു. ഓരോ സ്റ്റെപ്പും, ഓരോ ചൂട്ടടിയിലും നിൻ്റെ പാദം എന്നെ പിടിച്ചുകൊണ്ട് നടത്തണം. കർത്താവിന് സ്തോത്രം. യേശുവിനോടുകൂടെ നടക്കുകയാണ്, എപ്പോഴും യേശുവിൻ്റെ കൂടെയാണ്. ആ ഒരു ബോധം നിങ്ങൾക്ക് വേണം. യേശുവിൻ്റെ കൂടെ ജോലി ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ഓരോരുത്തർ ഓഫീസിൽ ജോലി ചെയ്യുന്നില്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കുന്നു, അപ്പോഴല്ലേ യേശു കൂടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊള്ളണം. അപ്പോൾ യേശു എന്നെ കാണുമെന്ന് വിചാരിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അനുഭവത്തിൽ വന്നതിന് ശേഷം ഞാൻ കോളേജ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ ബോർഡിൽ എഴുതാനൊക്കെ തിരിയുമ്പോഴേക്കും എൻ്റെ ഹൃദയം യേശുവിൻ്റെ കൂടെയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവില്ല, എൻ്റെ ഹൃദയം യേശുവിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് പിള്ളേർക്ക് മനസ്സിലാവില്ലെങ്കിലും എനിക്കറിയാം ഞാൻ യേശുവിൻ്റെ കൂടെയാണെന്ന്. ഞാൻ പിള്ളേരുടെ ലെക്ചർ ചെയ്യുമ്പോഴും അപ്പോഴും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇടയ്ക്ക് എൻ്റെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തും. യേശുവേ നീ കാണുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ചില പിള്ളേർ കളിയാക്കും എന്നെ, അപ്പോഴും ഞാൻ മുകളിലേക്ക് നോക്കും, കർത്താവേ നീ എന്നെ കാണുന്നില്ലേ? എനിക്ക് പ്രയാസം വരുന്നില്ല. ദൈവമേ ദൈവമേ എന്നൊക്കെ പിള്ളേർ എന്നെ വിളിക്കും. അപ്പോഴും എനിക്കൊരു പ്രയാസം തോന്നില്ല, എൻ്റെ യേശു കേൾക്കുന്നല്ലോ. എന്നെയല്ല എൻ്റെ യേശുവിനെയാണ് ഒരു കളിയാക്കുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. പാവത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഒന്നും കൊണ്ടുവരാനില്ല. സ്തോത്രം. ശമൂഹൻ്റെ ഭവനത്തിലൊന്ന് പാവിനിയായ സ്ത്രീ 2 തുള്ളി കണ്ണീര് പൊഴിച്ചല്ലോ, അതുപോലെ കണ്ണീര് ഒഴിക്കാൻ എനിക്കുള്ളൂ കർത്താവേ. പ്രായശ്ചിത്തം ചെയ്യാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുവരാൻ എനിക്കില്ല. ഞാൻ കഴിക്കാമായിരുന്നു, ഇല്ല. കാളക്കിടാവിനെ കൊണ്ടുവരാനോ ഇല്ല കർത്താവേ, ഇല്ല. ഒരു ചങ്ങാലിയെ ഞാൻ അതുമില്ല. ഒരു കുറുപ്രാവിനെയോ പ്രാവിനെയും കൊണ്ടുവരാനില്ല. എൻ്റെ കയ്യിലൊന്നുമില്ല. പ്രായശ്ചിത്തം ചെയ്യാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ കയ്യിൽ ആകെ കർത്താവേ 2 തുള്ളി കണ്ണീരുണ്ട്. സ്തോത്രം. ശമൂഹൻ്റെ ഭവനത്തിലൊന്ന് പാവിനിയായ സ്ത്രീ കരഞ്ഞതുപോലെ 2 തുള്ളി കണ്ണീർ പൊഴിക്കാൻ എനിക്കുള്ളൂ. കഴിഞ്ഞ കാലങ്ങളോടത്ത് നെടുവീർപ്പോടെ കരയാൻ എനിക്കുള്ളൂ. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാനൊന്നും കഴിവില്ല. പാപത്തിൻ്റെ പരിഹാരം ഒരു അനുതാപമുള്ള ഹൃദയം. യെശയ്യാ പ്രവചനം 66:2 വായിക്കാം. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. യഹോവ അരുളി ചെയ്യുന്നു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ആ വചനത്തിങ്കൽ വിറയ്ക്കുക. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. വചനത്തിങ്കൽ വിറയ്ക്കുക. വചനം കേൾക്കുമ്പോൾ യോ കർത്താവേ ഞാൻ അപകടത്തിലായല്ലോ, വലിയൊരു വേദന നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങും. അരിഷ്ടത വരും. കർത്താവേ എനിക്ക് സാധിക്കുന്നില്ലല്ലോ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ലല്ലോ, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നല്ലോ. അരിഷ്ടത. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഓ റിച്ചഡ് മാൻ ദാറ്റ് ഐ ആം. അയ്യോ ഞാൻ ഇത്ര നികൃഷ്ട മനുഷ്യനാണ്. കർത്താവേ ഞാൻ എന്തു വേണ്ടു, എനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലല്ലോ. അരിഷ്ടത. ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ മാർഗം കിട്ടുന്നില്ല. അരിഷ്ടത. അരിഷ്ടനും
മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. വചനം കേൾക്കുമ്പോൾ വിറയ്ക്കും, ഉള്ളു വിറയ്ക്കും. ഈ രീതിയിൽ ഞാൻ പോയാൽ അപകടത്തിലേക്കാണല്ലോ പോകുന്നത്. ഉള്ളു വിറയ്ക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം ഒന്ന് നേരിൽ കാണാൻ പോവുകയല്ലേ, അറിയില്ലേ? ഒരു ദിവസം മരിച്ചു കഴിയുമ്പോൾ എല്ലാം നേരിൽ കാണും. നരകത്തിൻ്റെ ഭീകരത കാണും, സ്വർഗത്തിൻ്റെ സന്തോഷം കാണും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് രക്ഷ പ്രാപിച്ചെങ്കിൽ, രക്ഷാ ദിവസം നിങ്ങൾ അനുഭവമാക്കിയെങ്കിൽ, പാപപരിഹാരം പ്രാപിച്ചെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ സന്തോഷത്തിൻ്റെ പറുദീസയിലേക്ക് പ്രവേശിക്കാം, മഹത്വത്തിൻ്റെ പറുദീസയിലേക്ക് പ്രവേശിക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യഹോവ ഉണ്ടാക്കിയ ദിവസം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നമുക്ക് അനുഭവിക്കണമെങ്കിൽ പാപം നമ്മുടെ മുമ്പിൽ നിന്ന് മാറണം. പിതാക്കന്മാർ കൊണ്ട് അവർ ഉറങ്ങാൻ നേരത്ത് അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ പാവം വേലി പോലെ തടുത്ത് നിൽക്കുന്നല്ലോ, വേലി പോലെ തടുത്ത് നിൽക്കുന്നു. അയ്യോ, പിതാക്കന്മാർ സുതാനമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്, പാവം വേലി പോലെ തടുത്ത് നിൽക്കുന്നു. ഞാൻ എന്ത് ചെയ്യും കർത്താവേ? എനിക്ക് രക്ഷാസംഘത്തിലേക്ക് കടന്നു വരാൻ പറ്റാതെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ എൻ്റെ പാവം വേലി പോലെ തടുത്ത് നിൽക്കുന്നു. കർത്താവേ, എന്നോട് മനസ്സറിയണമേ. കർത്താവേ, ഈ വേലി ഒന്ന് പൊളിച്ചു തരണമേ, എനിക്ക് എന്തിൻ്റെ സന്നിധിയിലേക്ക് വരാൻ. പിതാക്കന്മാർ പാടി സുതാനമസ്കാരത്തിൽ, ഞാൻ അഞ്ചുന്നൻ പാവത്താൽ ശുദ്ധർക്കേകും മോദപൂങ്കാവിൽ വേലിക്കൊത്തന്നെ നാഥ എൻ പാപം രോധിക്കല്ലേ, രക്ഷിച്ചെന്നെ നരകത്തിൽ നീക്കുക വാസം എന്നെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് തിരിതമായ സ്ഥാനത്ത്, സ്വർഗസ്ഥാനത്ത് തന്നെ എത്തിക്കണമേ. അതിനങ്ങോട്ട് കടന്നു വരുന്ന തടസ്സമായുള്ള വേലി മാറ്റി തരണമേ. സ്തോത്രം. ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവൻ വളരെ ഹീനമായി ജീവിതം നയിച്ചു, വളരെ മോശമായിട്ട്. അവൻ്റെ കൊലപാതക കേസിൽ കുടുങ്ങി. അവൻ്റെ കേസ് തെളിഞ്ഞു. അവൻ ജയിലിലാണ്. ജയിലിൻ്റെ അറയ്ക്ക് പുറത്ത് അഴിയുടെ ഇടയിൽ കൂടി ഏതാനും ട്രാക്റ്റുകൾ ചിലർ വന്ന് കൊടുത്തു. സുശേഷന്മാരാണ്. അവന് വലിച്ചെറിഞ്ഞു. അവർ പറഞ്ഞു, ഏതായാലും മരിക്കുമെന്ന് ഉറപ്പായല്ലോ, വധശിക്ഷയാണല്ലോ, തൂക്കിക്കൊല്ലുമല്ലോ, അതുകൊണ്ട് ഈ നിത്യജീവൻ്റെ കാര്യം ഇനിയെങ്കിലും ചിന്തിക്കാൻ പറയുന്നതിനുണ്ട് ഞങ്ങൾ വന്നത്. വേണ്ട, കേൾക്കണ്ട, എനിക്ക് ഈ സുവിശേഷം ഒന്നും കേൾക്കണ്ട, എനിക്ക് നിങ്ങളുടെ ഈ സുവിശേഷ വർത്താനം എനിക്ക് കേൾക്കണ്ട. അവൻ ആക്രോശിക്കാൻ തുടങ്ങി. അവരൊരു നിമിഷം അവിടെ പ്രാർത്ഥിച്ച് നിന്നിട്ട് അവരൊരാൾ, 2-3 പേരുണ്ടായിരുന്നു. ഒരാൾ ഒരു ബൈബിൾ, വലിയ ബൈബിളല്ല, ഇപ്പോൾ പുതിയ നിയമവും സങ്കീർത്തനമുള്ള ആ ചെറിയൊരു ബൈബിൾ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ പിച്ച് ചീന്തി അത് എറിഞ്ഞു കളഞ്ഞു. അവൻ്റെ സെല്ലിനകത്ത്, അതിന് കിടക്കുന്ന മുറിക്കകത്തും കുറച്ച് കടന്നു, കുറച്ച് പുറത്തേക്കും പോയി. അവർ സങ്കടത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരങ്ങ് പോയി. അന്ന് രാത്രി അവൻ ഉറങ്ങുന്നതിൻ്റെ ഉറക്കം വരുന്നില്ല. എന്തെല്ലാം ഒരു അസ്വസ്ഥത. എപ്പോഴും ഉറക്കം വന്നു. ഉറക്കം വന്നപ്പോൾ അവൻ ഒരു സ്വപ്നം കാണുന്ന പോലെ തോന്നുന്നത്, ഒരു നല്ല വിശാലമായ സ്ഥലം. അപ്പോൾ അവൻ നോക്കിയപ്പോഴുണ്ട്, എന്തൊരു അത്ഭുതം, അവൻ്റെ അമ്മ അവിടെ നിൽക്കുന്നു. മനോഹരമായ സ്ഥലമാണ്. വളരെ മനോഹരമായ പൂന്തോപ്പ് പോലെ തോന്നുന്നു. നല്ല പച്ച പരുതാനി വിരിച്ചതുപോലുള്ളതായ നല്ല ഒന്നാന്തരം പുൽത്തകിടികൾ, നല്ല സുവർണശോഭയുള്ളതായ വിളക്കുകൾ, എല്ലാം തേജസ്സുള്ളൊരു സ്ഥലം. അവൻ നോക്കി അത്ഭുതപ്പെട്ടു. എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ എത്തി, സ്വർഗത്തിലാണ് എൻ്റെ അമ്മ. കാരണം ശരിയാണ്, എൻ്റെ അമ്മ എന്നെ ഉപദേശിക്കാറുണ്ട്, എനിക്ക് പാവം വരുന്നതൊക്കെ ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഞാൻ അമ്മയുടെ അനുസരണത്തിൽ നിന്നില്ല. ഞാൻ ഇപ്പോൾ ഈ സ്ഥിതിയിലായി. പെട്ടെന്ന് വാശി പിടിച്ച ഒരാളെ കൊന്നു. ഈ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തർക്കം മൂത്താണ് കൊന്നത്. ഒരാളെ കൊന്നു. ഞാനേതായാലും മരിക്കാൻ പോവുകയാണ്. പക്ഷേ അമ്മ സ്വർഗത്തിലായാലും നന്നായി. എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം. അമ്മ അവനെ കൈമാടി വിളിക്കുന്നു. അമ്മ അവനെ കൈമാടി വിളിക്കുന്നവൻ കാണുന്നു. എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം. അവൻ വളരെ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങി. 2-3 ചുവട് വെച്ചപ്പോഴേക്കും അതിൻ്റെ മുമ്പിൽ ഒരു മതിലിങ്ങനെ പൊങ്ങി വരുന്നു. ഒരു മതിൽ. അത് നോക്കി മതിലിങ്ങ് വന്നു. പിന്നെ അമ്മയെ കാണുന്നില്ല. അമ്മയെ കാണാൻ പറ്റുന്നില്ല. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന അമ്മയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു മതിലുണ്ടായിരിക്കുന്നല്ലോ, എന്ത് ചെയ്യും? അപ്പോൾ അവൻ ഓർത്തു എനിക്ക് ഈ മതിൽ എങ്ങനെയെങ്കിലും കളഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ അമ്മയെടുത്ത് പോകാമായിരുന്നു. എന്താ പോകാൻ വഴി? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പകുതി ഉറക്കത്തിലും പകുതി ഉണർവിലുമാണ്. അപ്പോൾ
ഒരു തുള്ളി രക്തം വന്ന് ഈ മതിലൊരു ഭാഗത്ത് വന്ന് തൊട്ടു. രക്തം മതിൽ വീണ സ്ഥലത്ത് മതിലങ്ങ് ഇല്ലാതായി. അതങ്ങ് വ്യാപിച്ചു. ആ രക്തം ഒരു തുള്ളി രക്തമാണ്, അതങ്ങ് വ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴുണ്ട് അവന് അമ്മയെ നേരിട്ട് കാണാം. എന്തൊരു അത്ഭുതം! അമ്മയുടെ അടുക്കലേക്ക് പോകാനായിട്ട് അവൻ കാലെടുത്ത് വയ്ക്കുന്നു, ഉറക്കം തെളിഞ്ഞു, സ്വപ്നം തീർന്നു. അവൻ ചിന്തിച്ചിട്ട് മനസ്സിലാകും എന്താ അതിൻ്റെ അർത്ഥം. അമ്മ നല്ല മനോഹരമായ സ്ഥലത്താണ്, എനിക്ക് അത് മനസ്സിലായി. അമ്മ സ്വർഗത്തിലായിരിക്കും അമ്മ പറയാറുണ്ട്, ഞാൻ കേൾക്കാറില്ലെങ്കിലും അമ്മ സ്വർഗത്തിലാണെന്ന് മനസ്സിലായി. പക്ഷേ അവിടേക്ക് പൊങ്ങിയ മതിൽ ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ പാവങ്ങളായിരിക്കാം, എൻ്റെ കഠോരമായ പാവങ്ങളൊക്കെ ചെയ്തു പോയല്ലോ, അതായിരിക്കാം. പക്ഷേ ആ മതിലൊരു തുള്ളി രക്തം വീണു. അത് എന്താണ് മനസ്സിലാവുന്നില്ല. അവൻ അത് കീറിപ്പൊടിഞ്ഞ കടലാസ് അത് കീറി കളയണ്ടായിരുന്നു, അവനെടുത്തു. ഒരു കടലാസ് നോക്കിയപ്പോൾ അതിലെഴുതിയിരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതെന്ന്. അവന് പെട്ടെന്ന് കണ്ടപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം കണ്ടപ്പോഴേക്കും അവന് വലിയൊരു സമാധാനം. വേറെ കടലാസ് നോക്കിയപ്പോൾ കാണുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇബ്രായ ലേഖനം 9-ാം അധ്യായത്തിലുള്ളതാണ്. ഈ 2 വാക്യവും വായിച്ചപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം. അവൻ ആ കടലാസ് മൊത്തിക്കൊണ്ട് താഴെ മുട്ടുകുത്തി ആ കടലാസിൽ ചുംബിച്ചുകൊണ്ട് അവൻ ഏങ്ങലടിച്ച് പറഞ്ഞു, കർത്താവേ, അമ്മ പറഞ്ഞ ഉപദേശമൊന്നും ഞാൻ കേട്ടില്ല, അമ്മ എന്നെ ഉപദേശിച്ചതൊന്നും ഞാൻ സ്വീകരിച്ചില്ല. പക്ഷേ എൻ്റെ കർത്താവേ, എനിക്ക് ഇന്ന് മനസ്സിലായി യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവം പൊക്കി ശുദ്ധീകരിക്കുമെന്ന്. കർത്താവേ, ആ സുവിശേഷന്മാരെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല, നീ എന്നോട് ക്ഷമിക്കണം. സുവിശേഷന്മാരെ ഞാൻ ആക്ഷേപിച്ച് ആക്രോശിച്ച് പറഞ്ഞു വിട്ടു, എന്നോട് ക്ഷമിക്കണം. എൻ്റെ അമ്മയെ ഞാൻ കണ്ടു, കർത്താവേ, അമ്മ സ്വർഗത്തിലാണെന്ന് മനസ്സിലായി. എനിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ തടസ്സം എൻ്റെ പാവമാണ്, വേലി പോലെ നിൽക്കുന്നു. കർത്താവേ, മനസ്സലിയണം, ഈ വേലി നീ തകർത്ത് തരണം. ഞാൻ നിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്നു. ആ ഒരു തുള്ളി രക്തം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ മുമ്പിലുള്ള പാവത്തിൻ്റെ ആ വലിയ മതിലിനെ നീ തകർത്ത് കളയണം. അവനങ്ങനെ പ്രാർത്ഥിച്ചു. അവൻ പുതിയ മനുഷ്യനായി തല നിവർത്തി. അവൻ്റെ പാവമെല്ലാം ക്ഷമിച്ച് കിട്ടിയെന്നൊരു ഉറപ്പ് അവന് കിട്ടി. മനസ്സിൽ വലിയൊരു ശാന്തി ഉണ്ടായി, വലിയ സമാധാനം ഉണ്ടായി. പിറ്റേന്ന് രാവിലെ ഗാർഡ് വന്ന് വാതിൽ തുറന്നപ്പോഴുണ്ട് അവൻ വളരെ പുഞ്ചിരിയോടെ നിൽക്കുന്നു, നല്ല പുഞ്ചിരിയോടെ. എന്നും ഇയാൾ വരുമ്പോൾ, ഭക്ഷണം കൊണ്ട് വരുമ്പോഴും വാതിൽ തുറക്കുമ്പോഴും എല്ലാം ചീത്ത വാക്കുകൾ പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നയാൾ ഇന്നവൻ ശാന്തനായി കണ്ടു. അദ്ദേഹം ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, നിനക്ക് എന്താ മുഖത്തൊരു പ്രസന്നത, നല്ല സന്തോഷം? അതെ, ഇന്നലെ അർദ്ധരാത്രി യേശുക്രിസ്തു തൻ്റെ രക്തം മൂലം എൻ്റെ പാവങ്ങളെല്ലാം കഴുകി. ഞാനിപ്പോൾ പുതിയ മനുഷ്യനാണ്, ഞാൻ യേശുവിൻ്റെ വകയാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ ദൈവരാജ്യത്തിൽ പോകും. എൻ്റെ അമ്മ പോയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് ഞാനും പോകും. ഇന്ന് ഞാൻ മരിച്ചാൽ, ഞാൻ എപ്പോൾ മരിച്ചാലും ദൈവരാജ്യത്തിൽ പോകും. കാരണം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ പാവമെല്ലാം മോഹിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ സമാധാനത്തോടെ സന്തോഷത്തോടെ പിന്നെയുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. ദൈവത്തിന് സ്തോത്രം. ഇതൊരു സംഭവ കഥയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ആശയം മനസ്സിലായി കാണുമല്ലോ. ക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും ഒക്കെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കാം. വേണമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ക്രിസ്തുവിനോട് പറയാം, കർത്താവേ, എൻ്റെ എണ്ണിയാൽ തീരാത്ത പാവങ്ങളെല്ലാം എല്ലാം ക്ഷമിക്കണമേ എന്ന് നിങ്ങൾക്ക് പറയാം. നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ, നിൻ്റെ ഹൃദയത്തിൽ ഒഴുകിയ രക്തത്താൽ, കൈകളിൽ നിന്ന് കാലുകളിൽ നിന്ന് ഒഴുകിയ രക്തത്താൽ, കർത്താവേ, എൻ്റെ പാവക്കറകളെല്ലാം കഴുകണമേ, എല്ലാ പാവവും കഴുകണമേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ. നിങ്ങൾക്ക് പറയാം, യേശുവിനോട് പറയാം. യേശു കേൾക്കാൻ വന്നിട്ടുണ്ട്. നീ പാവപരിഹാര ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കാൻ കർത്താവ് കണ്ടിരിക്കുന്ന ദിവസമാണ്. ഇന്ന് യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറാൻ കണ്ടിരിക്കുന്ന ദിവസമാണ്. അത്യുന്നതനായ സൃഷ്ടാവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നൊരു മഹാദിവസമാണ്. സ്തോത്രം. സന്തോഷവും സമാധാനം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹീത ദിവസമാണ് ഇന്ന്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് രക്ഷാ ദിവസമാണ്, സുപ്രസാദ കാലമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് സദ്വർത്തമാന ദിവസമാണ്. കർത്താവേ, ഇത് പാവരികാര ദിവസമാണ്. കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ. നാഥാ, എന്നെ തൊടാതെ നീ പോകല്ലേ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കാതെ നീ പോകല്ലേ കർത്താവേ. തിരക്തവൻ്റെ മേൽ പുരട്ടാതെ നീ പോകല്ലേ കർത്താവേ. കർത്താവേ, ഞാൻ അവസരം രോഗിയും നിസ്സഹായനുമായിരിക്കുന്നത് നീ കാണുന്നില്ലേ? യേശുവേ, ഞാൻ അല്പനാണെന്ന് നീ അറിയുന്നില്ലേ? ഞാൻ കഴിവില്ലാത്തവനാണെന്ന് നീ കാണുന്നില്ലേ? ഞാൻ ഭീരുവാണെന്ന് നീ കാണുന്നില്ലേ?
കർത്താവേ എനിക്ക് ധൈര്യം തരണമേ, എനിക്ക് പ്രാഗൽഭ്യം തരണമേ. കർത്താവേ ഇപ്പോൾ എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തരണമേ. ഒന്ന് മാത്രം നിന്നോട് പറയാം, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഞാൻ നിന്നോട് പറയുകയാണ്, വാക്ക് പറയുകയാണ്, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. എല്ലാ കാര്യങ്ങളിലും പുതിയ മനുഷ്യനായിരിക്കും. യേശുവേ, ഇന്ന് ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കും. നാഥ, ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെ ഞാൻ വിശ്വസിക്കുന്നു. പഴയത് കഴിഞ്ഞു പോയത് അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. കർത്താവേ, ഞാൻ പുതിയ സൃഷ്ടിയായും ജീവിക്കും. ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ പരിപാവനമായി കാക്കും. മരണത്തോളം എൻ്റെ യേശുവിനെ സ്നേഹിച്ചും യേശുവിനെ ആരാധിച്ചും നാഥ ഞാൻ ജീവിക്കും. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുക, ഹൃദയം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക, യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കുക. ഇതായത് പാപപരിഹാര ദിവസമാണ്, നിരക്ഷാ ദിവസമാണ്, യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്, സന്തുഷ്ടമായ ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. മക്കളെല്ലാം എൻ്റെ കരുണകൾ ഉയർത്താൻ്റെ വചനം തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. അത് ആടിപ്പാടുള്ള കരയും മക്കളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവെ, യേശുവിനെയും വഹിച്ചു കൊണ്ടുപോകുന്ന മക്കൾക്ക് അനുഗ്രഹം നിറപടിയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, ശാപദോഷങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. കർത്താവെ, തലമുറകളായുള്ള ശാപങ്ങളെല്ലാം മാറ്റി അനുഗ്രഹിക്കണമേ. എല്ലാവരെയും സ്വർഗ്ഗരാജ്യത്തിന് യോഗ്യരാക്കി തീർക്കണമേ. രണ്ടാമത്തെ നിന്നെതിരേക്കുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.